കണ്ണൂരിൽ പ്രശ്നബാധിത ബൂത്തുകളായി കണ്ടെത്തിയ ഇടങ്ങളിൽ പോളിംഗ് പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ 1025 പ്രശ്നബാധിത ബൂത്തുകളാണ് ജില്ലയിലുള്ളത്. ഇവിടെ വെബ്കാസ്റ്റിംഗും നടത്തും. പോളിംഗ് ഏജന്റുമാർ അതാത് വാർഡിൽ വോട്ടുള്ളവർ തന്നെയായിരിക്കണമെന്ന് നിർബന്ധമില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി. കണ്ണൂർ ജില്ലയിൽ 1025 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. ഇവിടങ്ങളിലെല്ലാം തന്നെ വെബ്കാസ്റ്റിംഗ് സംവിധാനത്തിന് ക്രമീകരണങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടർ അരുൺ കെ വിജയന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് വെബ്കാസ്റ്റിംഗിന്റെ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുക. വ്യാഴാഴ്ച രാവിലെ മോക്ക് പോൾ മുതൽ ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ആരംഭിക്കും. വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതുവരെ ഈ ബൂത്തുകളുടെ ദൃശ്യങ്ങൾ നിരന്തരം നിരീക്ഷണത്തിലായിരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. ദൃശ്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് 60 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. 6 സൂപ്പർവൈസർ ചാർജ് ഓഫീസർമാരും ഉണ്ടാകും. സാങ്കേതിക വിദഗ്ധരും ഈ ടീമിനൊപ്പം ഉണ്ടാകും. ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഇല്ലാതെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജും റൂറൽ SP അനൂജ് പടുവാളും വ്യക്തമാക്കി. ഏതെങ്കിലും തരത്തിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കും. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കണ്ണൂരിൽ എത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ചട്ടങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.